എല്ലാവർക്കും അന്നാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി 200 ഗ്രാം ചെറിയുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, 2 സ്പൂൺ തേങ്ങാക്കൊത്ത്, തേങ്ങ ചിരണ്ടിയത് 1/2 മുറി, 4 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക്, 1/4 സ്പൂൺ കടുക്, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെളിച്ചെണ്ണ, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇതുപോലൊന്ന് അരിയണം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 തണ്ട് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനി വേറൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇതെല്ലാം ഇളക്കി നമുക്കിതൊന്ന് മൂടി വെക്കണം. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം.
നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നതിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ എല്ലാം നമുക്ക് അരഞ്ഞു കിട്ടുകയും വേണം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. നമുക്ക് നമ്മുടെ കറിയിലേക്ക് വറുത്തിടാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അടിപൊളി ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല കമൻസൊക്കെ തരണം. അടുത്ത പ്രാവശ്യം നമ്മൾ നല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.